തൂത്തിട്ട് ഇവിടേക്ക് ഒന്ന് തുടയ്ക്കണം. എന്തൊരു പൊടിയാ. തുടയ്ക്കണം. ക്ലീറ്റോ ചേട്ടാ ഇന്ന് വരുമെന്നല്ലേ നാത്തൂനെ പറഞ്ഞത്? ഇന്ന് വരും. വിളിച്ചായിരുന്നോ? ഓ, ഞാനൊന്നും വിളിച്ചില്ല. പാവം 24 മണിക്കൂർ ക്ലീറ്റോനെ ഈ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നതിനാ. അല്ലെങ്കിൽ തന്നെ പാർട്ടി നേതാക്കന്മാരും പ്രസിഡന്റുമാരും വിളിക്കാനേ നേരുള്ളൂ ക്ലീറ്റോനെ. ആണോ? ഭയങ്കര മീറ്റിംഗ് ആയിരുന്നടി. എവിടെയാ? എറണാകുളത്ത്. കേക്കണോ നിനക്ക്? ഇവിടുന്ന് പോവാൻ ഇച്ചിരി വൈകല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടേ ക്ലീറ്റോന് എറണാകുളത്തോട്ട് പോവാൻ. എന്റെ പൊന്നു മോളെ, 1 മണിക്കൂർ താമസിച്ച് മീറ്റിംഗ് നിർത്തിവെച്ച് ക്ലീറ്റോ വന്നിട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഇത് വന്നു തോന്നുന്നു. മീറ്റിംഗ് കഴിഞ്ഞ നേതാക്കന്മാര് കാറിൽ വരണം കണ്ടിട്ടുണ്ട്. അതേ ഒരാൾ പെട്ടി ഓട്ടോറിക്ഷ വന്നേക്കണം. ശ്യാമേ വാ. ഇതെന്താ നോക്കടിയാ കേട്ട്. ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെ സംഭവം ഉണ്ടടി. ഇച്ചിരി വില കൂടിയ ഒരു സംഭവമാണെന്ന് കരുതിക്കോ നീ. എന്താണ് വൈക്കോലൊക്കെ കയറ്റി വെച്ചേക്കണം? വൈക്കോൽ അതിനകത്ത് ഒരു പശുവുണ്ട്. അത് പുല്ല് തിന്നോണ്ടിരിക്കുക, വൈക്കോല് തിന്നോണ്ടിരിക്കുക. ഓ എന്റെ കർത്താവ്, ആളുകളുടെയൊക്കെ ഓരോരോ ചിന്താഗതി നോക്കണം. നമ്മളെ വീട്ടിൽ വില കൂടി എന്തെങ്കിലും മേടിച്ചാ അത് പിന്നെ അല്ലാതെ പിന്നെ കണ്ടവർക്കാണെങ്കിൽ ഞാൻ എടുത്ത് കൊണ്ടുവരോടി. ചേട്ടാ ഇത് എവിടുന്ന് കിട്ടി? വരുന്ന വഴിക്ക് കളഞ്ഞു കിട്ടി വെച്ചേ. നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? തങ്കം, പാർട്ടിയുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞ് ക്ലീറ്റോയുടെ പ്രവർത്തനത്തിന് ഇത്രയും നാളായിട്ട് ഞാൻ ഒന്നും തന്നിട്ടില്ലല്ലോ, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അല്ല അടിവശത്ത് വേണ്ട, നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് പിടിക്കാം. വീലൊക്കെ ഉണ്ടടി, വീലൊക്കെ ഉണ്ട്. ഉരുണ്ട് വരും. പഴയതാണല്ലേ? ആ ആക്രേന്ന് വാങ്ങിച്ചത്. സൂയെന്ന് പറഞ്ഞ മെല്ലെ തള്ളിക്കോ, നീ മെല്ലെ തള്ളി വിടുന്ന. പറഞ്ഞ പൈസ ഉണ്ട് കേട്ടാ, ഒരു 10 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചു. ഓ ചുറ്റും അസൂയക്കാര്. അപ്പോ ഓക്കെ കേട്ടോ. ഈ സ്റ്റെപ്പിന്ന് എങ്ങനെ എടുത്തിറക്കണം? മെല്ലെ നമുക്ക് എടുത്തിറക്കാം. തക്കളി മോളെ എടുത്തിറക്കും പോലെ ഇറക്കും, പൂ പോലെ. മെല്ലെ മെല്ലെ. ഇത് അങ്ങനെ തട്ടിയാൻ മുട്ടിയാലൊന്നും സംഭവിക്കില്ല. സത്യം പറഞ്ഞാലേ ഇതുപോലത്തെ ഒരു സാധനമൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഗമ തന്നെ കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, എനിക്കിത് എന്താന്ന് മനസ്സിലായില്ല. ഞാൻ വെറുതെ വെച്ച് മനസ്സിലായതുപോലെ അഭിനയിച്ചതാ. കർത്താവേ ഡീ, നീ എന്നെ പോലെ ഒരു പ്രമുഖന്റെ ഭാര്യയായിട്ട് തന്നെ വന്നല്ലോ. അല്ല ക്ലീറ്റ്, ഇതിനകത്ത് വൈക്കോലിരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാണോ? പശുവിന് കൊടുക്കാനാണോ? ഇതിനകത്ത് വൈക്കോല് നമ്മൾ ചൂടാക്കിയിട്ട് പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് വയറിൽ ഒരു അസുഖം വരില്ല. കൃമികേട്, വയറിളക്കം അങ്ങനെ ഒന്നും വരില്ല. പിന്നെ പാല്, നല്ല കൊഴുപ്പുള്ള പാലും ഒക്കെ കിട്ടും നമ്മൾ ഇതിന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ. അതിന് ഇവിടെ എവിടെയാ പശു? ഒരെണ്ണം വാങ്ങും ഞാൻ ഇപ്പം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു പോത്തുണ്ടല്ലോ, പോത്ത്. നീ എന്തോന്നടി നീ, ഇങ്ങനെ ഒരു തോൽവിയായിപ്പോയല്ല. അതല്ല, ഈ സാധനം നീ കണ്ടിട്ടുമില്ല ഇതുവരെ. ഇതേപോലെയൊക്കെ ഇരിക്കണ എന്തോ സാധനം ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് പറയാമെങ്കിൽ നിനക്ക് ഞാൻ 1 പവന്റെ മാല വാങ്ങിച്ചു തരും. 1 പവന്റെ മാല ഞാൻ വാങ്ങിച്ചു തരും നിനക്ക്. എന്നാലെങ്കിലും പറയടി. ഫ്രിഡ്ജല്ല, പക്ഷെ ഫ്രിഡ്ജ് പോലത്തെ ഒരു സാധനമാ. ഫാനൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ. എന്റെ പൊന്നെ, വാഷിംഗ് മെഷീനാണോ? ക്ലീറ്റോ എന്നും ആ നശിച്ച കല്ലിലിട്ട് തുണി തിരുമ്പോ ഞാൻ ആലോചിക്കും, ഒരു വാഷിംഗ് മെഷീൻ എന്നെ വെട്ടടി, നീ എന്നെ വെട്ട് കഴുതേ. ഇതിലൊക്കെ ഇംഗ്ലീഷിൽ കുറച്ച് അക്ഷരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതെങ്കിലും ഒന്ന് വായിക്കാനുള്ള ഒരു. മോളെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. കഴുതേ, ഇത് കൂളറാണ്. കൂളർ അതായത് ഇതിൽ നിന്ന് തണുത്ത കാറ്റ് വരും. ശീതീകരണ യന്ത്രം. ഇതിൽ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റ് വരുമ്പോ മുറി നിറയെ തണുപ്പാവും. ഇത് അവിടെ കുത്തണം, അവിടെ കുത്തി സ്വിച്ച് ഇടണം. പിന്നെ ഇതിന്റെ ബാക്കിൽ വെള്ളം ഒഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഓണാക്കി കഴിയുമ്പോൾ നമ്മളെ മഴയത്ത് ഇങ്ങനെ പിശറടിച്ച് വരും. കുഞ്ഞു മഴത്തുള്ളി ഇങ്ങനെ തുള്ളി വരെ പിശർ. അതുപോലെ തണുപ്പ് ഇങ്ങനെ വീശി വരും.
അതൊരു ഭയങ്കര സുഖം. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഇതിന്റെ കാറ്റടിച്ചിട്ടേ എനിക്കങ്ങോട്ട് ഉറക്കം വന്ന്. അല്ല ഇതിപ്പോ ക്ലീറ്റോന് എന്തിനാ പ്രസിഡന്റ് തന്നെ? ഇത് പ്രസിഡന്റ് തന്നൊക്കെ ഞാൻ അവിടെ മുമ്പ് ഒന്ന് തള്ളിയതല്ലേ. എടി ഇത് നമ്മുടെ സമ്മേളനത്തിന് വേണ്ടിയിട്ട് അവിടെ ആരൊക്കെ സ്പോൺസർ ചെയ്തതാ കടക്കാർ. ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ പതുക്കെ ഇങ്ങ് എടുത്തോണ്ട് പോകുന്നു. പക്ഷെ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടെ പൊക്കിക്കൊണ്ടുവരായിരുന്നു. അല്ല അവര് കണ്ടോ? അവരാരെങ്കിലും കണ്ടോന്ന്? ആര് കാണാൻ? ഇതിന്റെ കണക്കും കാര്യങ്ങളും ചുമതലയൊക്കെ നോക്കണ ആള് ഞാൻ ഒരെണ്ണം എടുത്തോണ്ടെന്ന് ആര് ചോദിക്കാൻ? അത് ചോദിക്കാൻ അവകാശപ്പെട്ട ആളാണ് ഈ ഇരിക്കുന്നത്. ഇനി വേറെ ആരും ചോദിക്കൂല.